കേരളത്തിലെ ഒരു ക്യാമ്പസിൽ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ താലിബാൻ ഭീകരരെ പോലെ മണിക്കൂറുകളോളം അതിക്രൂരമായി മർദ്ദിച്ചവശനാക്കി മരണത്തിലേക്ക് തള്ളിവിട്ട ബ്ലഡി ക്രിമിനൽസിനെ മുഴുവനായും പിടികൂടാൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച കാര്യം പുറത്തറിയിക്കാതിരിക്കാൻ പ്രതികൾ ഭീഷണിപ്പെടുത്തി എന്നാണ് വിദ്യാർത്ഥികൾ പോലീസിനോട് പറയുന്നത്. വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്നായിരുന്നത്രേ മുന്നറിയിപ്പ്. ഇതിവിടെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ക്യാമ്പസിൽ ഇത്തരം മൃഗീയ വിചാരണകൾ നേരത്തെയും നടന്നിട്ടുള്ളത് കൊണ്ടാണ് ആരും സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ തുനിയാതിരുന്നത് എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. 130 കുട്ടികളുള്ള ഹോസ്റ്റലിലാണ് സിദ്ധാർത്ഥിന് പരസ്യ വിചാരണ നേരിടേണ്ടി വന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനം നേരിടുമ്പോഴും അടുത്ത സുഹൃത്തുക്കൾ പോലും സഹായിക്കാനെത്തിയില്ല. ഇത് സിദ്ധാർത്ഥിനെ മാനസികമായി തളർത്തിയെന്ന് പോലീസ് പറയുന്നു. ആരും പ്രതികരിക്കാതിരിക്കുന്നതാണ് വെറ്റിനറി കോളേജിലെ അലിഖിത നിയമമത്രേ. ഹോസ്റ്റലിലെ അടി അവിടെ തീരണമെന്നാണത്രേ തിട്ടൂരം. സിദ്ധാർത്ഥിന്റെ ജീവൻ എടുക്കാനും വഴിയൊരുക്കിയത് ഇത് തന്നെയായിരുന്നു. തന്റെ മരണത്തിൽ ആരും ഉത്തരവാദിയല്ല എന്ന് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് സർവകലാശാലയിലെ ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ ശവം കൊണ്ട് രാഷ്ട്രീയ ട്രിപ്പീസ് കളിച്ച മഹാരഥന്മാരൊക്കെ ഇന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പേര് മാത്രമുള്ള ഒരു പ്രാകൃത കടന്നൽ കൂട്ടം അതിക്രൂരമായി ഒരു പയ്യനെ 3 നാൾ വിചാരണ ചെയ്ത് കഴിവേറ്റിയിട്ടും മൗനമാചരിക്കുന്നതിന്റെ കാരണം ഒന്നു മാത്രം. കലാലയ രാഷ്ട്രീയ പരിശീലന കളരിയിൽ നിന്നും വളർത്തിവിടുന്ന വെട്ടേഷുമാരും കുത്തേഷ് ബോംബേഷുമാരും ഒക്കെയാണ് പിൽക്കാലത്ത് മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവയിൽ വരുന്ന ചെങ്കൊടി കൊട്ടേഷുമാരായ 51 വെട്ടിന്റെ ചോരഗാഥ രചിക്കുന്നവരെന്ന് അറിയാവുന്നതിനാൽ ഷെയിം ഓൺ യു SFI ജസ്റ്റിസ് ഫോർ സിദ്ധാർത്ഥ് എഴുതുകയാണ് പ്രശസ്ത മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ്. ഉത്തരേന്ത്യയിൽ ഒരു കിളി ചിലച്ചാൽ പോലും ഫാസിസം എന്നലറിക്കൊണ്ട് കണ്ണിൽ കാണുന്ന പറമ്പ് തോറും 4 റൗണ്ട് ഓടുന്ന ഒറ്റ ഒരുത്തനെയും ഒരുത്തിയെയും പൂക്കോട് വെറ്റിനറി കോളേജിൽ കണ്ടില്ല എന്ന് അഞ്ജു പാർവതി പ്രബീഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ രോഷം കൊള്ളുന്നു. രോഹിത് വെമൂല എന്ന അയൽ സംസ്ഥാനത്തെ യുവാവിന് വേണ്ടി കണ്ണുനീർ വാർത്ത സമര നടപടികൾ കൊണ്ട് പ്രതിഷേധത്തിന്റെ പ്രതിരോധങ്ങൾ തീർത്ത ഇടത് സാംസ്കാരിക വാലാട്ടികളിൽ ഒരെണ്ണമെങ്കിലും ഇതുവരേക്കും ഇവിടെ നടന്ന ഈ ക്രൂരമായ ഫാസിസ്റ്റ് വിചാരണയും അതിനുശേഷമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണ കുറിച്ച് ഒരു ചെറുവിരലെങ്കിലും മനക്കിയോ? അഞ്ജു ചോദിക്കുന്നു. ഇരട്ടച്ചങ്കുള്ള മുഖ്യൻ ആഭ്യന്തരം കൈയാളുന്ന കേരളത്തിലാണ് അതേ മുഖ്യന്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന അതിപ്രാകൃതമായ ഒരാൾക്കൂട്ട വിചാരണ നടത്തി ഒരു പയ്യനെ കഴിവേറ്റിയത്. വയനാട് ജില്ലയിൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി 18-ാം തീയതി കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ചതായി കണ്ടെത്തുകയായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ അതിക്രൂരമായ മർദ്ദനം നടന്നതായി കണ്ടെത്തി. സിദ്ധാർത്ഥിനെ നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടിയതിന്റെയും കഴുത്തിൽ ഇലക്ട്രിക് വയർ വെച്ച് മുറുക്കിയതിന്റെയും തെളിവുകളുണ്ട്. ബെൽറ്റ് കൊണ്ട് അടിയേറ്റതിന്റെ പാടുകൾ ശരീരമാസകലമുണ്ട്. കവിളിന്റെ 2 ഭാഗത്തും തലയുടെ പിറകിലും ചുമലിലും സാരമായ പരിക്കുകൾ. ഹോസ്റ്റലിലും കോളേജിന് പിന്നിലെ കുന്നിൻ മുകളിലും വെച്ച് സിദ്ധാർത്ഥിനെ SFI കോളേജ് യൂണിയന്റെ കൊടിയ മർദ്ദനത്തിന് ഇരയാക്കിയതായി സഹപാഠികൾ പറയുന്നുണ്ട്. ഒന്നുകിൽ അപമാനം സഹിക്കവയ്യാതെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാവാം, അല്ലെങ്കിൽ പ്രതികൾ കെട്ടിത്തൂക്കിയതാവാം. എന്തായാലും ആറ്റുകാൽ പൊങ്കാല ദിനം വീട്ടിൽ വരുമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തൊരു മകൻ വാക്ക് പാലിക്കാതെ യാത്രയായി എന്നത് സത്യം. ഫെബ്രുവരി 15-ന് കോളേജിൽ നിന്നും തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് യാത്ര തിരിച്ച സിദ്ധാർത്ഥിനെ എറണാകുളത്തെത്തിയപ്പോൾ വളരെ അടിയന്തരമായ ഒരു ആവശ്യമുണ്ടെന്നും പറഞ്ഞ് സഹപാഠിയും SFI യൂണിറ്റ് സെക്രട്ടറിയുമായ ഹിസാൻ തിരിച്ചു വിളിക്കുകയായിരുന്നു. പിന്നീട് 18-ന് സിദ്ധാർത്ഥിനെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ശരീരത്തിൽ കാണുന്ന പരിക്കുകൾ പലതിനും 3 ദിവസം മുതൽ മരണപ്പെടുന്ന ദിവസം വരെയുള്ള പഴക്കമുണ്ടെന്നാണ് അറിയുന്നത്. ഇതിനർത്ഥം 15 മുതൽ 18 വരെ അതിക്രൂരമായ രീതിയിൽ കുട്ടിയെ ആൾക്കൂട്ടം വിചാരണ നടത്തി കൊലപ്പെടുത്തി എന്ന് തന്നെയാണ്. കോളേജിൽ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഒരു കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടും ആ കോളേജ് അധികാരികളിൽ നിന്ന് എന്ത് നടപടിയാണ് ഈ പ്രാകൃത കുട്ടി സഖാക്കന്മാർക്കെതിരെ ഉണ്ടായത്? 18ഓളം കുട്ടി സഖാക്കൾ ഈ കേസിൽ പ്രതികളാണ്. വീട്ടുകാർ അധികാരികളുടെ മുമ്പിൽ പരാതി കൊടുത്തിട്ടും ഇത്രയും നാൾ ഇവിടെ ഒരു അനക്കവും ഉണ്ടായില്ല. ഇതൊരു വാർത്തയേ ആയില്ല. സംഭവം നടന്നിട്ട് 10ാമത്തെ ദിവസമാണ് 18-ൽ 6 ക്രിമിനലുകളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഒരാൾ കൂടി കസ്റ്റഡിയിൽ എടുത്തു. അപ്പോൾ ഇത്രയും നാൾ അവരെ ഏട്ടൻ സഖാക്കൾ സംരക്ഷിക്കുകയായിരുന്നു. ഇനിയുമുണ്ട് 12ഓളം പ്രതികൾ ഒളിവിൽ. അല്ല, ഒളിവ് എന്ന പേരിൽ പാർട്ടിയുടെ സുരക്ഷാ വലയത്തിൽ. സ്വന്തം നാട്ടിലെ വിദ്യാർത്ഥികളുടെ നെഞ്ചിൽ കടാര കുത്തിയിറക്കിയിട്ട് അപ്പുറത്തെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മനുഷ്യാവകാശം പ്രസംഗിക്കുന്ന സംഘടന, സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യം എന്ന സ്വന്തം വാക്യത്തിന്റെ കടക്കൽ കോടാലി കൊണ്ട് ആഞ്ഞാഞ്ഞു വെട്ടി ഉത്തരേന്ത്യ നോക്കി ഫാസിസം ഫാസിസം എന്ന് അലറി വിളിക്കുന്ന സംഘടന, അത് ഏറ്റുവിളിച്ച് ആത്മരതി അടയും ഇവിടുത്തെ സാംസ്കാരിക അടിമ നായക്കൂട്ടം. അഞ്ജു
പാർവതി പ്രവീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ആത്മരോഷത്തിൽ തിളയ്ക്കുകയാണ് ഇന്ന് കേരളം.